സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിനിടയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. മേയറുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർ ദേശീയഗാനം ആലപിച്ചപ്പോൾ ബി.ജെ.പി. കൌൺസിലർമാർ വന്ദേമാതരം ആലപിച്ചു. സംഭവത്തിൽ ബി.ജെ.പി. കൌൺസിലർമാർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട മുഖ്യ പ്രതിപക്ഷമായ യു.ഡി.എഫും പോലീസിൽ പരാതി നൽകി. ബി.ജെ.പി. കൌൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മേയർ ഒ സദാശിവൻ വ്യക്തമാക്കി. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ബി.ജെ.പിയും പോലീസിനെ സമീപിച്ചു. സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദേശീയഗാനം ജനഗണമന അധിനായക ജയ രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ മേയർ ഒ സദാശിവൻ ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. തുടർന്ന് ദേശീയഗാനം എന്ന് അനൗൺസ്മെന്റ് ചെയ്ത് ആലപിച്ചു തുടങ്ങിയപ്പോഴേക്കും ബി.ജെ.പി. കൌൺസിലർമാർ വന്ദേമാതരം ആലപിക്കുകയായിരുന്നു. ബി.ജെ.പി. കൌൺസിലർമാർ ദേശീയഗാനത്തെ അപമാനിച്ചുവെന്നും സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിന് അഭംഗി ഉണ്ടാക്കിയെന്നും കോഴിക്കോട് മേയർ ഒ സദാശിവൻ കുറ്റപ്പെടുത്തി. ഈ സാധാരണ നിലയിൽ ഇത്തരം കൗൺസിലർമാർക്ക് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അങ്ങനെ ആ ചടങ്ങിനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഞാനായിട്ടൊരു ആശയവിനിമയം നടത്തണ്ടേ? നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു പരിഭാവനതയുണ്ട്, അത് അതിൻ്റേതായ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സ് കാത്ത് സംരക്ഷിക്കാൻ ഏതൊരു ജനപ്രതിനിധികളും സാധാരണ ഒരു പൗരനും ഉള്ള ചുമതലയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് പരിശോധിക്കേണ്ട കാര്യം. ഞാനൊരിക്കലും കോർപ്പറേഷൻ അല്ലെങ്കിൽ തീരുമാനിച്ചുള്ള അജണ്ടയിൽ നിന്നും പോയിട്ടില്ല, മാറിയിട്ടില്ല. പക്ഷെ അതിൽ വ്യതിചലിച്ച് ഒരു അനവസരത്തിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്തതിൽ ആണ് ആ ചടങ്ങിനൊരു ഭംഗികേടായി തോന്നിയിട്ടുണ്ട്. സംഭവത്തിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. കൌൺസിലർമാർ പോലീസിൽ പരാതി നൽകി. വന്ദേമാതരം ആലപിച്ചു തുടങ്ങിയപ്പോൾ അത് കണക്കിലെടുക്കാതെ ദേശീയഗാനം ചൊല്ലിയ മേയറാണ് സ്വാതന്ത്ര്യദിന ചടങ്ങിനെ അവഹേളിച്ചതെന്ന് ബി.ജെ.പി. കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട മേയർ ദേശീയ പതാക ഉയർത്തി, അതിനുശേഷം അദ്ദേഹം ആശംസ അർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞു വന്ദേമാതരം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട മേയർ അതിനെ നിന്ദിക്കുന്ന തരത്തിൽ, ദേശീയഗാനത്തെ അപമാനിക്കുന്ന തരത്തിൽ, വന്ദേമാതരത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇടയിലൂടെ ദേശീയഗാനം പാടുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, വന്ദേമാതരം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ആളുകൾ തിരിഞ്ഞു നടക്കുകയാണ്. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ചില മത തീവ്രവാദ സംഘടനകൾക്ക് ഒത്താശ ചെയ്യുന്ന തരത്തിലാണ് മേയറും ഡെപ്യൂട്ടി മേയറും വന്ദേമാതരത്തെയും ദേശീയഗാനത്തെയും അപമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെയ്ക്ക് കമ്മീഷണർക്ക് നേരിട്ട് ഞങ്ങൾ പരാതി നൽകുന്നതാണ്. ബി.ജെ.പി. കൌൺസിലർമാർ ആസൂത്രിതമായി വിവാദം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും അവർക്കെതിരെ കേസെടുക്കണമെന്നും യു.ഡി.എഫ്. കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസിൽ പരാതിയും നൽകി. കോഴിക്കോട് കോർപ്പറേഷനിൽ പതാക ഉയർത്തിയതിനു ശേഷം മേയർ മറ്റ് കൗൺസിലർമാരെല്ലാവരും ദേശീയഗാനം ആലപിക്കുമ്പോൾ ദേശീയഗാനത്തെ അവഹേളിക്കുന്ന തരത്തിൽ വന്ദേമാതരം ബി.ജെ.പി. കൗൺസിലർമാർ ആലപിക്കാൻ തുടങ്ങി. തികച്ചും പ്രതിഷേധാർഹമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയഗാനത്തെ അപമാനിച്ച ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വന്ദേമാതരം ആലാപനം വിഷയത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ 3 മുന്നണികളും പരാതിയുമായി എത്തിയതോടെ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടി നിർണായകമാകും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.